ഈവനിംഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. കല്ലടിക്കോട് ദുരന്തത്തിൻ്റെ നടുക്കത്തിലാണ് കേരളം. വിടരും മുമ്പേ പൊഴിഞ്ഞുപോയ 4 പൂമൊട്ടുകൾ, ആ 4 കുരുന്നു ജീവനുകൾ നഷ്ടപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്വം അത് കൊലപാതകം തന്നെയാണ് എന്ന് എടുത്തു പറയേണ്ടി വരുന്നു. ആരാണ് ഉത്തരവാദികൾ? ദേശീയപാത അതോറിറ്റി കൃത്യമായ സമയത്ത് ഇടപെടലുകൾ നടത്തിയിരുന്നുവെങ്കിൽ, അശാസ്ത്രീയമായ റോഡിൻ്റെ കുറവുകൾ പരിഹരിച്ചിരുന്നുവെങ്കിൽ, നേരത്തെ കേരളത്തിലെ ജനപ്രതിനിധികളടക്കം പലഘട്ടം ചൂണ്ടിക്കാട്ടിയ വിഷയത്തിന് ഉടനടി പരിഹാരം കണ്ടിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു അപകടം അവിടെ ഉണ്ടാകുമായിരുന്നില്ല. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 22 അപകടങ്ങളാണ് അവിടെ ഉണ്ടായത്. ഏറെക്കുറെ 70ഓളം പേരുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം. ഏറ്റവും ഒടുവിലാണ് ഇന്നലെ കല്ലടിക്കോട്ടെ ആ 4 കുരുന്നുകളുടെ ജീവനും പൊലിഞ്ഞത്. ഡിബേറ്റ് ആരംഭിക്കുമ്പോൾ ഇന്നത്തെ ഡിബേറ്റിൽ പങ്കെടുക്കുന്നത് കോങ്ങാട് MLA കെ ശാന്തകുമാരി, ഒപ്പം തന്നെ റോഡ് സേഫ്റ്റി വിദഗ്ധൻ ഉപേന്ദ്രനാഥ കുറുപ്പ്, BJP നേതാവ് ജോമോൻ ചക്കാലയ്ക്കൽ എന്നിവരാണ്. സ്വാഗതം 3 പേർക്കും. ആദ്യം ഈ ഡിബേറ്റിലേക്ക് പോകുന്നതിന് മുൻപ് കോങ്ങാട് MLA 2022 നിയമസഭയിൽ ഈ വിഷയം ചൂണ്ടിക്കാട്ടിയതും മന്ത്രി മുഹമ്മദ് റിയാസ് അതിന് മറുപടി നൽകിയ ആ വീഡിയോയും കണ്ട ശേഷം ചർച്ചയിലേക്ക് വരാം. സർ, ദേശീയപാത 966 പാലക്കാട് കോഴിക്കോട് റോഡിൻ്റെ നിർമ്മാണം വളരെ സജീവമായി നടന്നു വരികയാണ്. എൻ്റെ മണ്ഡലത്തിലെ കരിമ്പ പഞ്ചായത്തിൽപ്പെടുന്ന പനയമ്പാടം എന്ന സ്ഥലത്ത് നാഷണൽ ഹൈവേയുടെ അശാസ്ത്രീയമായ നിർമ്മാണം നടത്തിയതിൻ്റെ ഭാഗമായി മണ്ണാർക്കാട് നിന്ന് പാലക്കാടിലേക്ക് വരുന്ന ദിശയിൽ ദുബായ് കുന്ന് തുടങ്ങി പള്ളിപ്പടി വരെ കൊടും വളവ് നിവർത്താതെ റോഡ് പണി ചെയ്തതിൻ്റെ ഭാഗമായിട്ട് റോഡ് അപകടം തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നാളിതുവരെ 55 ആക്സിഡൻ്റാണ് അവിടെ ഉണ്ടായത്. 7 മരണം, 65 പേർക്ക് പരിക്ക്, പലരുടെയും പരിക്ക് ഗുരുതരമാവുകയും കയ്യും കാലും വരെ നഷ്ടപ്പെട്ട ദുരിതപൂർണമായ ജീവിതമാണ് അതിൻ്റെ ഭാഗമുണ്ടായിട്ടുള്ളത്. ഈ മാസം മാത്രം 5 അപകടങ്ങളാണ് അവിടെ സംഭവിച്ചത്. യഥാർത്ഥത്തിൽ നാഷണൽ ഹൈവേ പണി തുടങ്ങിയതിന് ശേഷം മാത്രം, പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമാണ് അത്തരം ഒരു ആക്സിഡൻറ്റ് ഈ പ്രദേശത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, മഴ കനക്കുന്നതോടുകൂടി റോഡിലൂടെ വെള്ളം എതിർദിശയിൽ നിന്ന് ഓവർഫ്ലോ ചെയ്ത് മറുവശത്തേക്ക് ഒഴുകുന്നത് റോഡിൻ്റെ മിനുസം വർദ്ധിപ്പിക്കുന്നതും ദൂരക്കാഴ്ചയില്ലാത്ത ഇറക്കവും കൊടും വളവ് പ്രദേശത്ത് അപകടത്തിന് കാരണമായിരിക്കുകയാണ്. നിരവധി തവണ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തി നടപടികൾ സ്വീകരിച്ചെങ്കിലും പൂർണ്ണമായി അപകടം ഒഴിവാക്കാനായിട്ടില്ല. അതുകൊണ്ട് വളരെ അടിയന്തരമായി ഈ അപകട പ്രദേശം അറുതി വരുത്തുന്നതിന് വേണ്ടി ആ കൊടും വളവ് നിവർത്തി റോഡ് നിർമ്മാണം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള അടിയന്തര നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകണമെന്ന് സബ്മിഷനിലൂടെ ആവശ്യപ്പെടുക. ശാന്തകുമാരി നമുക്കൊപ്പം ചേരുകയാണ്. MLA, താങ്കൾ നിയമസഭയിൽ ഈ വിഷയം വളരെ നേരത്തെ തന്നെ ഉന്നയിക്കുകയും അതിൻ്റെ മറുപടി മന്ത്രി മുഹമ്മദ് റിയാസ് പറയുകയും ചെയ്തു. ആ മറുപടിയിലേക്ക് നമുക്ക് പിന്നാലെ വരാം. ഇപ്പോൾ ഇന്ന് അടിയന്തര യോഗം ചേർന്നു, ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടെന്നറിയാൻ കഴിയുകയും ചെയ്തു. ഇവിടെ ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇത് വരുത്തിവെച്ച ഒരു ദുരന്തമാണ്. അതിൻ്റെ ഉത്തരവാദികൾ ദേശീയപാത അതോറിറ്റി തന്നെയാണ്. ഇങ്ങനെ 22 അപകടങ്ങൾ, നിരവധി മരണങ്ങൾ ഉണ്ടാകുമ്പോൾ നിസ്സംഗത പാലിക്കുന്ന ദേശീയപാത അതോറിറ്റിയുടെ നിലപാട് അതുതന്നെയല്ലേ ഈ അപകടത്തിലേക്ക്, ആ കുരുന്നുകളുടെ ജീവനെടുക്കുന്നതിലെ കൊണ്ടെത്തിച്ചത്? വളരെ വളരെ ദയനീയമായി, അതോടൊപ്പം തന്നെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ പ്രിയപ്പെട്ട 4 കുഞ്ഞുമക്കളുടെ ജീവൻ പൊലിഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ ദേശീയപാത അതോറിറ്റി 2019 ആരംഭിച്ചൊരു വർക്കാണിത്. അതായത് ടാണാവ് മുതൽ, പാലക്കാട് ജില്ലയിലെ ടാണാവ് മുതൽ നാട്ടുകൾ വരെ നീണ്ടു നിൽക്കുന്ന 260 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റായിരുന്നു. ഞാൻ 2021 MLA ആയി വരുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ വർക്കുകൾ ഏതാണ്ടൊക്കെ ആയി. കുറച്ച് വളവുകൾ നിവർത്തി ബാക്കി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണം. വളവ് നിവർത്തുന്നതിന് സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ സ്ഥല ഉടമകൾക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അന്ന് എത്തി നിൽക്കുകയായിരുന്നു. അപ്പോൾ തന്നെയാണ് ഈ പനയമ്പാടം വളവിൻ്റെ പ്രശ്നങ്ങൾ ജനങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശക്തമായ ഇടപെടലുകളും നിരവധി യോഗങ്ങളും നമ്മൾ നടത്തുകയും ചെയ്തതാണ്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഒരൊറ്റ പിടിവാശിയാണ് ഇക്കാര്യത്തിനകത്ത്. ആ വർക്കൊന്ന് റിവൈസ് ചെയ്ത് ആ വളവ് നിവർത്തി, അറ്റ്ലീസ്റ്റ് ആ വളവിന് തൊട്ട് മുമ്പുള്ള ദുബായ് കുന്നെന്ന് പറയുന്ന സ്ഥലമുണ്ട്, അത് ബ്ലാക്ക് സ്പോട്ടാണ്. ഒരിക്കലും നേരിട്ട് വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്ത രീതിയിൽ
ആ ബ്ലാക്ക് സ്പോട്ടിൻ്റെ ഭാഗം ഒന്ന് നിവർത്തി ഒന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവിടെ ഒന്ന് പിന്നെ ആ കുന്ന് ഇടിച്ച് നിരത്തി ഒരു സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടി ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ ആ യോഗത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എടുത്തു. പക്ഷേ ഒരു കാരണവശാലും അത് റിവൈസ് ചെയ്യാനോ ആ വർക്ക് ആസ് ഇറ്റ് ഈസ് എന്താണോ അത് തുടർന്നു പോവുക എന്ന നിലപാടാണ് അന്ന് നാഷണൽ ഹൈവേ അത് സ്വീകരിച്ച സംവിധാനം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിഷയങ്ങളെല്ലാം വന്നത്. തുടർന്നാണ് 2022 ജൂലൈ മാസം 7-ാം തീയതി ഞാൻ കേരള നിയമസഭയിൽ സബ്മിഷൻ കൊണ്ടുവന്നു. ആ സബ്മിഷൻ്റെ അടിസ്ഥാനത്തിൽ കേരള ഗവൺമെൻറ് അക്കാര്യത്തിനകത്ത് ത്വരിതഗതിയിലുള്ള ഇടപെടലുകൾ നടത്തിയതാണ്. അതിന് തുടർന്നാണ് അവിടെ മില്ലിംഗ് നടത്തിയതും റംബിൾ സ്ട്രിപ്സ് വെക്കലും സേഫ്റ്റി മെഷേഴ്സ് എടുക്കലും MB ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വലിയൊരു ഇടപെടൽ നടത്തി നമുക്ക് ട്രാഫിക് റൂൾസ് അനുസരിച്ചുകൊണ്ടുള്ള ലൈറ്റുകൾ സ്ഥാപിച്ചു. ഇതെല്ലാം ഞങ്ങൾ അന്ന് ഈ ഒരു എമർജൻസി സീക്ക് ചെയ്തുകൊണ്ടാണ് അന്ന് നിർവഹണം നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ തുടരാം അല്ലേ? യെസ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ വളവ് നമുക്കറിയാവുന്ന ഒരു തവണ ഈ ഒരു റോഡ് നമുക്ക് ഫണ്ട് ലഭ്യമാക്കി കഴിഞ്ഞാൽ വീണ്ടും ആവശ്യപ്പെടുക എന്ന് പറഞ്ഞ ജനങ്ങളുടെ ആവശ്യം അനുസരിച്ചുകൊണ്ടാണ്. അപ്പോൾ അവർ നാഷണൽ ഹൈവേ അതോറിറ്റി പറയുന്നത് വെച്ചാൽ ഈ ഫണ്ട് അനുവദിച്ച ഫണ്ട് കഴിഞ്ഞു, അതോടുകൂടി ഈ പ്രോജക്റ്റ് കഴിഞ്ഞു, ഇനി അതിനകത്ത് റിവിഷൻ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തികച്ചും അനാസ്ഥയാണ്. ഈ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. മാത്രമല്ല ഞങ്ങൾക്ക് മനസ്സിലായത് ഈ കാഞ്ഞിരപ്പുഴ അതായത് കാഞ്ഞിക്കുളം മുതൽ പിന്നെ മണ്ണാർക്കാട് വളവ് വരെയുള്ള നൊട്ടമല വരെയുള്ള ഭാഗം എൻ്റെ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. കരിമ്പ പഞ്ചായത്തിലെ എവിടെയും റോഡിൻ്റെ ഇരുവശങ്ങളും ഒരു ഡ്രൈനേജ് പോലും നിർമ്മിക്കാതെ എന്ത് അശാസ്ത്രീയമായിട്ടാണ് ഇതിൻ്റെ എസ്റ്റിമേറ്റും പ്ലാനും ഇവർ തയ്യാറാക്കിയിരിക്കുന്നത്. 22ഓളം വരുന്ന പശ്ചിമഘട്ട മലനിരകളിൽ ഒഴുകി വരുന്ന വെള്ളം റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് ഒഴുകി പോകാൻ വേണ്ടിയിട്ടുള്ള 22 കൾവെട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ആ കൾവെട്ടുകൾ പരസ്പരം ബന്ധപ്പെടുത്തുകയും അതിൽ നിന്ന് ഡ്രൈനേജിലൂടെ വെള്ളം കൃത്യമായി ഡെസ്റ്റിനേഷനിലേക്ക് ഒഴുകിപ്പോകാനുള്ള ഒരു നടപടിയും ഒരു ഡ്രൈനേജ് പോലും അതിനകത്ത് നിർമ്മിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കരിമ്പ പഞ്ചായത്തിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയായിട്ടാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ആ കൊടും വളവ് നിവർത്തി ജനങ്ങളുടെ ജീവൻ ഇനി പൊലിയാത്ത രീതിയിൽ വളവ് നിവർത്തുക എന്നുള്ളതാണ്. അതിനൊരു വലിയ എമൗണ്ട് വേണ്ടി വരും. അതിവിടെ വിഷയമല്ല. അത് നാഷണൽ ഹൈവേ അതോറിറ്റിയും സെൻട്രൽ ഗവൺമെൻറ്റിൽ ഇടപെടേണ്ട ആളുകൾ കൃത്യമായി ഇടപെടുകയും ചെയ്യുന്ന ഒരു നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിച്ച് അടിയന്തരമായി അക്കാര്യത്തിനകത്ത് പരിഹാരം കണ്ടെത്തുക എന്നുള്ളത്. ബാക്കിയെല്ലാം താൽക്കാലികമാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി കെ കൃഷ്ണൻകുട്ടി അവരുടെ നേതൃത്വത്തിൽ ഞങ്ങളിവിടെ യോഗം ചേർന്നു. ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടറും SP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ടായിരുന്നു, തദ്ദേശവാസികളുണ്ടായിരുന്നു, ജനപ്രതിനിധികളുണ്ടായിരുന്നു. ഇവരെല്ലാം വളരെ പിന്നെ എന്താ പറയുക വൈകാരികമായിട്ട് ഇക്കാര്യത്തിനകത്ത് ഒരു ഔദ്യോഗിക യോഗമായതുകൊണ്ട് അതിൻ്റെ എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ടാണ് വന്ന ആളുകൾ ഞങ്ങളുമായി സഹകരിച്ചിട്ടാണ് യോഗത്തിൽ തീരുമാനമെടുത്തത്. ആ തീരുമാനം എന്ന് പറയുന്നത് ലോങ് ടേം ഉണ്ട്, ഷോർട്ട് ടേം ആയിട്ടുണ്ട്. അടിയന്തരമായി ചെയ്യേണ്ട വിഷയങ്ങളെ പരിശോധിക്കാൻ ഒരു സേഫ്റ്റി ഓഡിറ്റിംഗ് ടീമിനെ ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ തീരുമാനമായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടർ ഉൾപ്പെടെയുള്ള SP ഉൾപ്പെടെയുള്ള ഉന്നതതല ഉദ്യോഗസ്ഥന്മാർ സ്ഥലത്ത് നാളെ തന്നെ ചെന്ന് പോയി പരിശോധന നടത്തിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഈ ശാശ്വതമായി പരിഹാരത്തിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റും ജില്ലാ ഭരണകൂടവും ജനങ്ങളുടെ ആവശ്യപ്രകാരം ഏറ്റെടുക്കേണ്ടതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വളരെ അടിയന്തരമായി പരിശോധന നടത്തിയിട്ട് ആ റിപ്പോർട്ട് വയ്ക്കുകയും തുടർന്ന് വീണ്ടും റിവ്യൂ മീറ്റിംഗ് നടത്തി അത് ഓരോ ദിവസവും എന്തെന്തെല്ലാം ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് അടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ കൊടുത്തിട്ടുണ്ട്. അതൊരു ആശാവഹമാണ്. അതിലൂടെ നമുക്ക് ശാശ്വതമായ പരിഹാരത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയാണ്. സെൻട്രൽ ഗവൺമെന്റ് താങ്കൾ പറഞ്ഞതിൽ വളരെ കാര്യങ്ങൾ വ്യക്തമാണ്. സംസ്ഥാന സർക്കാർ ഇത് ചെയ്യേണ്ടത് കൃത്യമായ സ്ഥലമെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ മാത്രമല്ല ഇത്തരം നിരന്തര അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കൃത്യമായ ബന്ധപ്പെട്ട അധികൃതരെ നിയമസഭയിൽ വരെ ഈ വിഷയങ്ങൾ താങ്കൾ ഉന്നയിക്കുകയും ചെയ്തു. ഇപ്പോൾ BJP നേതാവ് ജോമോൻ ചക്കാലക്കൽ കൂടി ചേരുന്നു. ശ്രീ ജോമോൻ ചക്കാലക്കൽ, ഇപ്പോൾ MLA പറഞ്ഞത് താങ്കൾ കേട്ടിരിക്കും. അത് അവിടെ നിൽക്കരുത്. കാരണം ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയിൽ ശാന്തകുമാരി നടത്തിയ ഇടപെടലുകളെക്കുറിച്ച് ആണ് പറഞ്ഞു. ഒപ്പം തന്നെ ദേശീയപാത അതോറിറ്റിയുടെ നിസ്സംഗതയും അലംഭാവത്തെയും ഉദാസീനതയും അനാസ്ഥയും കുറിച്ചുമാണ്. ഇവിടെ 4 കുഞ്ഞുങ്ങളുടെ ജീവൻ പോയതിന് കാരണക്കാർ ദേശീയപാത അതോറിറ്റി തന്നെയാണ്. വല്ലാത്ത കൊടും വളവ്, അത് നികത്തം നേരെയാക്കണമെന്ന് ജനപ്രതിനിധികളടക്കം നിരന്തരം ആവശ്യപ്പെടുന്നു. ഒരു ചലനം പോലും ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അവിടെയാണ് പ്രതികൾ നിങ്ങൾ തന്നെയാണ്, കേന്ദ്രം തന്നെയാണ് എന്ന തരത്തിലേക്ക് വരുന്നത്. അത്യന്തം വേദനാജനകമായ ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിലെ ഓരോ വീടിനും സംഭവിച്ചൊരു ദുഃഖം പോലെയാണ് മലയാളി സമൂഹം ഇതിനെ നോക്കിക്കാണുന്നത്. അതെല്ലാം നമുക്കറിയാം.
ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വാദപ്രതിവാദങ്ങൾ നടത്തുക എന്നതിനേക്കാൾ ഇപ്പോ നമ്മുടെ MLA നടത്തിയ ഇടപെടലുകളൊക്കെ നന്നായിരിക്കുന്നു, അഭിനന്ദിക്കുന്നു. പക്ഷെ ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. പനയമ്പാടത്തെ വിഷയം മാത്രമല്ല, കേരളത്തിന്റെ ഒരു പാരിസ്ഥിതിക സ്ഥിതി വെച്ചിട്ട് നമ്മുടെ ഇവിടുത്തെ എല്ലാ വളവുകളും എല്ലാ ചെരുവുകളും ഒന്നും നമുക്ക് നിവർത്താൻ പറ്റില്ല എന്ന് MLAക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, ഈ സംസാരിക്കുന്ന എനിക്കും അറിയാം. കാരണം നമ്മുടെ നാട്ടിൽ സൗദി അറേബ്യനെ പോലെ 400 കിലോമീറ്റർ നേരെ പോകുന്ന ഹൈവേ ഒന്നും പണിയാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷമല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നതും. ഇപ്പൊ നമുക്ക് കുറ്റപ്പെടുത്താനാണെങ്കിൽ NHAIന് കുറ്റപ്പെടുത്താമെങ്കിലും ഇപ്പോൾ തന്നെ ആ ഡ്രൈവർമാർ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അത് തങ്ങളുടെ ആ ഒരു ഡ്രൈവർ പറഞ്ഞു, എന്റെ ഭാഗത്തുനിന്ന് വന്ന വലിയ വീഴ്ചയാണ്, വളവ് നോക്കാതെ ഞാൻ ഓവർടേക്ക് ചെയ്തതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. മാത്രവുമല്ല, ഇവിടെ ശാശ്വതമായൊരു പരിഹാരം നമുക്ക് ഇപ്പോൾ ഒരുപക്ഷെ ഈ പനയമ്പാടത്തെ ശാശ്വതമായ പരിഹാരം എത്രയും പെട്ടെന്ന് കാണട്ടെ. എങ്കിലും നമ്മുടെ എല്ലാ റോഡുകളും നമ്മുടെ എല്ലാ വളവുകളൊന്നും നിവർത്താൻ പറ്റുന്ന ഒരു പാരിസ്ഥിതിക സ്ഥിതിയല്ല ഇവിടെ ഉള്ളത്. ഇവിടെ NHAI എത്രയോ സ്ഥലത്ത് നിവർത്താൻ വേണ്ടി എന്തൊക്കെ പദ്ധതികളുമായി മുന്നോട്ട് വന്നപ്പോ നമുക്കറിയാലോ, ഇവിടെ എത്ര ചുവന്ന കൊടികൾ എവിടെയൊക്കെ ഉയർന്നിട്ടുണ്ടെന്ന് ഞാനും നിങ്ങളുമൊക്കെ കണ്ടതല്ലേ. ഇവിടെ വികസനം ഇത് പാരിസ്ഥിതിക പ്രശ്നമെന്ന തരത്തിലേക്ക് താങ്കൾ വേറെ വ്യാഖ്യാനിച്ചു പോകേണ്ടതില്ല. ഞാൻ വേറൊരു കാര്യം ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ ഒരു കാര്യം കാണിക്കാം. ഇന്നലെ കേന്ദ്ര മന്ത്രി നിതിൻ ഗഡ്കരി, ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ലോക്സഭയിൽ പറഞ്ഞൊരു കാര്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം താങ്കളെ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ത്യക്ക് അപകടങ്ങളുടെ മോശം റെക്കോർഡ്. 2024 പൂർത്തിയാകും മുൻപ് 50% റോഡ് അപകടങ്ങൾ കുറയ്ക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും കഴിഞ്ഞില്ല. അപകടം കൂടുകയാണ് ചെയ്തത്. അപകടങ്ങൾ സംബന്ധിച്ച് ഏറ്റവും മോശം റെക്കോർഡ് ഏതെങ്കിലും രാജ്യത്തിനുണ്ടെങ്കിൽ അത് ഇന്ത്യക്കാണ്. അപകടങ്ങൾ കുറയ്ക്കാൻ സമൂഹത്തിൻ്റെ പിന്തുണ, ആളുകളുടെ മനോഭാവം, നിയമങ്ങളുടെ ബഹുമാനം എന്നിവ ആവശ്യമാണ്. ഞാനും റോഡ് അപകടത്തിൻ്റെ ഇരയാണ്. മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഞാനും കുടുംബവും സഞ്ചരിച്ച ഒരു കാർ ഒരു ട്രക്കിൽ ഇടിച്ചു കയറി. ഭാഗ്യത്തിനാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. 2 വർഷത്തോളം ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു. അദ്ദേഹം നിതിൻ ഗഡ്കരി പറഞ്ഞതാണ് 2024 പൂർത്തിയാകും മുമ്പ് 50% റോഡ് അപകടങ്ങൾ കുറയ്ക്കണമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ റോഡ് അപകടങ്ങൾ കൂടുകയാണ്. ഇതൊരു കുറ്റസമ്മതം കൂടിയുണ്ട്. ഈ ദേശീയപാത എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥയാണ്. താങ്കൾ നേരത്തെ ചെറുതായി പറഞ്ഞു പോയ വളവ് എന്ന് പറയുന്നതാണ് ആ പനയങ്കോട്ടത്തെ ഏറ്റവും വലിയ പ്രശ്നം. ആ കൊടും വളവ് തന്നെയാണ്. അത് നേരെയാക്കണമെന്ന് സംസ്ഥാനത്ത് ആ പ്രദേശവാസികൾ, ജനപ്രതിനിധികൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് മുഖവിലക്കെടുക്കുന്നില്ല? ജനങ്ങൾ മരിച്ചു പോകട്ടെ എന്നാണോ കരുതുന്നത്? അല്ല, ഞാൻ അതിന് അത്യന്തം ഗൗരവത്തോടു കൂടെ തന്നെ ഈ വിഷയത്തെ കാണുന്നു. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു ജനറലൈസ്ഡ് ആയിട്ട് എല്ലാവിടെയും നമുക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് കേരള സർക്കാരും MBD ഒക്കെ മുൻകൈ എടുത്ത് നടത്തേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഹെവി വെഹിക്കിൾസ് ലോഡ് കൊണ്ടുപോകുന്ന ഡ്രൈവർമാർക്കൊക്കെ കൃത്യമായ ബോധവൽക്കരണം വർഷങ്ങളിലൊക്കെ 10-15 ദിവസം എടുത്തൊക്കെ ഇവർക്ക് കൊടുക്കേണ്ട സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കാരണം ഇവിടെ ഞാൻ ഇനിയും പറയുന്നു, ഇനിയും ഒരുപാട് വളവുകളുണ്ട്. ഇവിടത്തെ നമുക്ക് എത്ര വീടുകൾ പൊളിച്ച് നിവർത്താൻ പറ്റും? നമുക്കിവിടെ ഈ ഹൈവേ മാത്രമല്ല, ഇവിടെ കോൺക്രീറ്റ് ആയിട്ട് നമ്മുടെ മുമ്പിൽ ഒരു വിഷയമുണ്ട്. ഈ സ്ഥലത്ത് ഒരു വർഷത്തിനിടെ 22 അപകടങ്ങൾ ഒരു വർഷത്തിനിടെ നടന്നതാണ്. 22 അപകടങ്ങൾ. അടുത്ത വിഷയം മാത്രമല്ല, ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം ഞാൻ ഇടപെട്ട. കഴിഞ്ഞ ദിവസം തടിലോറി കയറി വന്ന ഒരു വണ്ടി 4 നാടോടികളെ ഇടിച്ചു കൊന്ന വിവരം നമുക്കൊക്കെ അറിയാലോ. ഗുരുവായൂര് ഇതിൽ സംഭവിക്കുന്ന മറ്റൊരു ആഘാതം കൂടിയുണ്ട്. ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരാണല്ലോ. കഴിഞ്ഞ ദിവസം ഒല്ലൂർ ഡിവൈഎസ്പിയുമായി ഞാൻ സംസാരിച്ച മറ്റൊരു വിഷയമുണ്ട്. എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? ഇപ്പൊ ഒരു വിഷയമുണ്ടായി. ഇനി സംഭവിക്കുന്നത് 2-3 ദിവസം, അടുത്ത 2-3 ദിവസം പോലീസ് വളരെ ജാഗരൂകരായി കിട്ടുന്ന എല്ലാ വണ്ടികളെയും പിടിച്ച് ഫൈൻ അടിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം സംഭവിച്ചാണ്. നമ്മുടെ നാട്ടിലെ ആളുകൾ രാവിലെ, ഞാൻ ഇടപെട്ടൊരു വിഷയം ഞാൻ പെട്ടെന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. രാവിലെ നമ്മുടെ നാട്ടിലെ ആളുകൾ മരമൊക്കെ മുറിച്ച് ഒല്ലൂര് പോലെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇത് വിൽക്കും. 15,000 രൂപ മാത്രം വിറ്റാൽ, മുഴുവൻ ചെലവും കഴിഞ്ഞ് വിറ്റാൽ കിട്ടുന്ന 15,000 രൂപ ഒരു കൂലിയാണ് അദ്ദേഹത്തിന് മാറ്റിവെക്കാൻ കിട്ടുന്നത്. ആ വണ്ടിയെ പോലീസ് ഒല്ലൂർ SI തടഞ്ഞിട്ട് 7,500 രൂപ ആ വണ്ടിക്ക് ഫൈൻ കൊടുത്തു. ഞാൻ പറഞ്ഞത്, ഒരു ഭാഗത്ത് ഒരു പ്രശ്നം നടക്കുമ്പോൾ മാത്രം ജനങ്ങളെ പിടിയുന്ന മറ്റൊരു സംവിധാനം കൂടെ ഇവിടെ സംഭവിക്കുകയാണ്. ജോമോൻ, ഇത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഇതിപ്പോ പോലീസ് പിടിക്കാത്തതുകൊണ്ടാണ്, ബോധവൽക്കരണം നടത്താത്ത തരത്തിലേക്ക് കാര്യങ്ങൾ. ഏതായാലും ജോമനിലേക്ക് വരെ ഇപ്പോൾ ഉപേന്ദ്രനാഥക്കുറുപ്പ്, റോഡ് സേഫ്റ്റി വിദഗ്ധൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഉപേന്ദ്രനാഥക്കുറുപ്പ്, താങ്കൾക്ക് ഈ ഇന്നലെ ഉണ്ടായ അപകടത്തെക്കുറിച്ച് താങ്കൾക്ക് ആദ്യഘട്ടത്തിൽ തന്നെ എന്താണ് തോന്നുന്നത്? ആരുടെ ഭാഗത്താണ് വീഴ്ച പറ്റിയത്? ആ 4 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ പൊലിഞ്ഞത്, ആ കുടുംബത്തിനുണ്ടാക്കിയ നഷ്ടം, കേരളമാകെ ദുഃഖത്തിലായിരുന്ന ആ സംഭവം, ആരുടെ വീഴ്ചയാണ് ആ അപകടം? തീർച്ചയായിട്ടും ദേശീയപാത അതോറിറ്റിയുടെ വീഴ്ച തന്നെയാണ്, യാതൊരു സംശയം വേണ്ടല്ലോ. അത് ഞാനാരെയും കുറ്റപ്പെടുത്താനല്ല ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട നിതിൻ ഗഡ്കരി പറഞ്ഞത് 50% റോഡ് അപകടങ്ങൾ ഇന്ത്യയിൽ കുറയും. കാര്യം 1,68,000 പേരെ കൊന്നിട്ട് ഓരോ കൊല്ലവും മാറിക്കൊണ്ടിരിക്കുകയാണ്.
അദ്ദേഹം ഏറ്റവും കൂടുതൽ നീളത്തിലുള്ള ഹൈവേകൾ പണിയുമ്പോൾ ഓരോ കിലോമീറ്ററും സുരക്ഷിതമുള്ളതാണോ എന്ന് അദ്ദേഹം ചെക്ക് ചെയ്യുന്നില്ല. അദ്ദേഹം റോഡുകൾ പണിത് പോവുകയാണ്, ഹൈവേകൾ പണിത് പോവുകയാണ്, നല്ലതാണ്. പക്ഷേ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ദേശീയ തലത്തിൽ റോഡ് സുരക്ഷാ ബോർഡ് സ്ഥാപിച്ചു എന്ന് 2022 ഇന്ന് വരെ അതിനൊരു ചെയർമാനോ മെമ്പേഴ്സോ ഒന്നും തന്നെ ആയിട്ടില്ല. കൂടാതെ ഈ ദേശീയപാത വെച്ചാൽ 1800 കിലോമീറ്റർ നമ്മുടെ സ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത് നേരത്തെ നമ്മുടെ കേരള PWDയുടെ ഒരു ഡിവിഷനായിരുന്നു NH ഡിവിഷൻ. അത് ദേശീയപാത അതോറിറ്റി ഫോം ആയപ്പോൾ അവർ ചോദിച്ചു, നമ്മൾ കൊടുത്തു. അതുവരെ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാ രീതിയിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും അനുസരിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ദേശീയപാത അവർക്ക് വിട്ടുകൊടുത്തതിന് ശേഷം ചോദിക്കാനും പറയാനും ആരുമില്ല. ഒരു പ്രോജക്റ്റ് ഡയറക്ടർ പാലക്കാട് ഇരിപ്പുണ്ട്, അയാളോട് മെയിൽ അയച്ചാലോ വിളിച്ചാലോ അയാൾ റെസ്പോണ്ട് ചെയ്യില്ല. നമ്മുടെ ഭാഷ സംസാരിക്കാതിരിക്കാൻ വേണ്ടി കുറെ ഹിന്ദി സ്പീക്കിംഗ് എന്ന് വെച്ചാൽ അവർ ഇന്ത്യക്കാരെന്നല്ല ഞാൻ പറയുന്നത്, അവർക്ക് ഈ നാടിനോട് എന്താ താല്പര്യം? ഇപ്പൊ എന്റെ നാട് അങ്കമാലിയാണ്, ഞങ്ങളുടെ അടുത്താണ് എയർപോർട്ട് ഉള്ളത്. എയർപോർട്ടിലേക്ക് പോകാനായിട്ട് ഒരു ഷോൾഡർ ഒന്ന് വീതി കൂട്ടണം 1 കിലോമീറ്റർ. ആകെ വരുന്ന ചെലവ് 2.5 കോടി രൂപയാണ്. അത് ചെയ്യാനായിട്ട് 10 കൊല്ലമായിട്ട് ഞങ്ങൾ ഇവിടെ പിന്നിൽ നടക്കുകയാണ്. കാര്യം എത്രയോ യുവാക്കള് ഗൾഫിൽ പോകാനാകാതെ എയർപോർട്ടിൽ 3 മണിക്കൂർ മുമ്പേ പോകാൻ പറ്റാതെ അങ്കമാലിയിലെ ഗതാഗത കുരുക്കി പെടുന്നുണ്ട്. ആശുപത്രിയിൽ പോകുന്ന ആൾക്കാർ മരിക്കുന്നുണ്ട്. ഇതെല്ലാം പറയുമ്പോഴേ ഞങ്ങൾക്കൊരു ഛേദവും ഇല്ല എന്ന് പറയുന്ന ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ആ ഒരു മെത്തേഡ് മാറ്റണം. ബഹുമാനപ്പെട്ട നിതിൻ ഗഡ്കരി സാറിനെ ഇപ്പൊ കേൾക്കുന്ന BJPയുടെ സുഹൃത്തിന് ചോദിക്കാം. മുരളീധരൻ സാറിന്റെ മുന്നിൽ വെച്ചിട്ട് ഞാനൊരു പ്രപ്പോസൽ കൊടുത്തു റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി കേരളത്തിലെ കാര്യങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞിട്ട്. അത് എയർപോർട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് കാണാനും അദ്ദേഹത്തോട് സംസാരിക്കാനും. കാര്യം ഞാൻ എന്റെ ഡിസ്ട്രിക്റ്റിൽ 30% ആക്സിഡന്റ് കുറച്ചിട്ടാണ് ഞാൻ ഇന്ന് തന്നെ ചെയ്യുന്നു. എന്നെ നിങ്ങളുടെ ഈ പരിപാടി കേരളത്തിലെ നാഷണൽ ഹൈവേയുടെ പരിപാടികൾ എന്നെയും ഞങ്ങളുടെ കുറെ വോളണ്ടിയേഴ്സിനെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞൊരു പ്രപ്പോസൽ കൊടുത്തു. സ്കൂളിൽ റോട്ടേറ്റ് പഠിപ്പിക്കുന്ന ഉൾപ്പെടെ. അത് മുരളീധരൻ സാർ അവിടെ നിപ്പുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി, റോഡ് സുരക്ഷ സ്റ്റേറ്റിന്റെ ചുമതലയാണ്, അദ്ദേഹത്തിന് അതിനകത്ത് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ് ചെയ്തത്. ശരി, താങ്കൾ പറഞ്ഞത് വ്യക്തമായിട്ടുണ്ട്. താങ്കൾ ചൂണ്ടിക്കാട്ടിയതാണ് യഥാർത്ഥ കാര്യം. നേരത്തെ പൊതുമരാമത്ത് വകുപ്പിന്റെ ചുമതലയിലുള്ള ദേശീയപാത വിഭാഗം ഉണ്ടായിരുന്നു. അത് കേന്ദ്ര സർക്കാർ നാഷണൽ ഹൈവേ അതോറിറ്റി വന്നപ്പോഴത്തേക്ക് അത് കൂട്ടിക്കെട്ടി അവരുടെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. MLA ശ്രീ ശാന്തകുമാരി, നേരത്തെ ഇന്ന് രാവിലെ ദില്ലിയിൽ വെച്ച് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഗൂഗിൾ മാപ്പ് നോക്കിയാണോ റോഡ് പണിയുന്നതെന്നുള്ള സംശയം നിലനിൽക്കുകയാണ്. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ കരാറുകാർ തീരുമാനിക്കുന്നത് പോലെയാണ് റോഡ് നിർമ്മാണം നടക്കുന്നതെന്നാണ്. അത് ഈ സംശയം ബലപ്പെടുകയാണ്. എന്തുകൊണ്ട് ഇത്തരത്തിൽ നിസ്സംഗത പാലിക്കുന്നു പറഞ്ഞ് കരാറുകാർക്ക് വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ദുരൂഹതകൾ, എന്തൊക്കെയോ ഇടപാടുകൾ അവിടെ നടക്കുന്നുണ്ടെന്ന് കൂടി നമുക്ക് സംശയിക്കേണ്ടി വരുന്നുണ്ടോ ശ്രീമതി ശാന്തകുമാരി? ഞാൻ ആദ്യം BJP പ്രതിനിധി പറഞ്ഞതിനോടൊന്ന് പ്രതികരിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് നമ്മളൊരു ആക്സിഡൻറ്റ് നടന്ന് അവിടുത്തെ ഒരു പ്രത്യേക വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും വളരെ ദുഃഖപൂർണ്ണമായ ഒരു അന്തരീക്ഷം നിൽക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിലെ മൊത്തം റോഡുകളെക്കുറിച്ച്, മൊത്തം വളവിനെക്കുറിച്ച് എത്ര നിസ്സംഗമായിട്ടാണ് അദ്ദേഹം ഇങ്ങനൊരു മറുപടി പറയുന്നത് ശരിയാണോ? നമുക്ക് എല്ലാവർക്കും ചർച്ച ചെയ്യപ്പെടാനുണ്ടാകും. ഇതിനൊരു രാഷ്ട്രീയ മാനമല്ല ഇവിടെ കാണേണ്ടത്. ഞങ്ങൾ വളരെ വൈകാരികമായിട്ടാണ്, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് മനുഷ്യൻ്റെ ജീവിതമാണ്, മനുഷ്യൻ്റെ ജീവൻ കൊണ്ട് പന്താടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇത്. താങ്കൾ അവിടെ ഇരുന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഏറ്റവും അടുത്ത് അറിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞങ്ങളുടെ വൈകാരികത നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇവിടെ കുറ്റപ്പെടുത്തുന്നതിലപ്പുറത്ത്, ഞാൻ കുറ്റപ്പെടുത്താൻ മാത്രമല്ല പറയുന്നത്, ഒരു റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിൻ്റെ ഇരയാവുകയാണ് കല്ലടിക്കോടും പ്രദേശത്തെ കരിമ്പ പ്രദേശങ്ങളിൽ. ആ വികാരമാണ് ഞാൻ ഇവിടെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് കേരളത്തിലെ മൊത്തം പാരിസ്ഥിതിക പ്രശ്നത്തിലെ ഈ റോഡ് വളവിനെ കുറിച്ചും അല്ല ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇവിടെ നിസാരമായിട്ട് തന്നെ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റിയോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റോ തീരുമാനിച്ചാൽ കഴിയാവുന്നതേ ഉള്ളൂ. ഒരു അഡീഷണൽ പ്രപ്പോസൽ വെച്ചുകൊണ്ട് അടിയന്തരമായി വളവ് നിവർത്താനും അതിൻ്റെ ലാൻഡ് അക്വിസിഷൻ ആവശ്യമായിട്ടുള്ള സർവേയും അതിനാവശ്യമായിട്ടുള്ള ഭൂവുടമസ്ഥർക്ക് ഭൂമിയുടെ വില കൊടുക്കാനും മറ്റുള്ള കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നതിനൊരു സ്പെഷ്യൽ പാക്കേജ്
പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു തർക്കവുമില്ലാതെ നമുക്ക് പണി പൂർത്തീകരിക്കാം. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കാൻ പലപ്പോഴും തയ്യാറാവുന്നില്ല എന്നുള്ള ഒരവസ്ഥയാണ് ഞങ്ങളിവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പനയമ്പാടം വളവിൻ്റെ പ്രശ്നം നമുക്ക് അടിയന്തരമായി പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയുണ്ടാവണം, സെൻട്രൽ ഗവൺമെൻറ് ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയുണ്ടാവണം, അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്ന ജനപ്രതിനിധികൾ അക്കാര്യത്തിൽ ഇടപെടണം. അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഇതിനേക്കും രാഷ്ട്രീയവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ഞങ്ങൾ വളരെ വൈകാരികമായിട്ട് ഇക്കാര്യം വിഷയം പറയുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അധികാരമാണ് ഇതിനകത്തുള്ളത് എന്നറിയാം. അതുകൊണ്ടാണ് എൻ്റെ സ്വന്തം അനുഭവത്തിൽ 2022 ഞാൻ സബ്മിഷൻ്റെ ഭാഗമായി ഉയർന്നു വന്ന വിഷയങ്ങളിലും തുടർ നടപടികളും എല്ലാം നടത്തിയതാണ്. അതൊരു വീണ്ടും ഒരു ഇടക്കാലത്ത് ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വീണ്ടും റിവ്യൂ ഉണ്ടാവണം. അതാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനമെടുത്തത്. ആ റിവ്യൂ കൃത്യമായിട്ട് പരിശോധിച്ച് പോകുന്നത് താൽക്കാലിക മാത്രമാണ്. ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് വളവ് നിവർത്താൻ പ്രത്യേക പദ്ധതിയും പ്രോജക്റ്റും തയ്യാറാക്കുക എന്നുള്ളത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രിയപ്പെട്ട BJPയുടെ പ്രതിനിധി താങ്കൾ കേന്ദ്ര ഗവൺമെൻറ്റുമായി ഇക്കാര്യത്തിനകത്ത് ഒരു ചർച്ച നടത്തി അടിയന്തരമായി ഞങ്ങളുടെ കല്ലടിക്കോടുകാരുടെ കരിമ്പക്കാരുടെ പ്രശ്നങ്ങൾ പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ താങ്കൾ ചോദിച്ചൊരു വിഷയത്തിനകത്ത് ബഹുമാനപ്പെട്ട മോട്ടോർ വെഹിക്കിൾ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ പറഞ്ഞൊരു വിഷയമുണ്ട്. അതിനകത്ത് എനിക്കും അതേ അഭിപ്രായമാണ്. നോക്കൂ, ഇവിടെ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പനയമ്പാടം വളവിൻ്റെ ഈ നാഷണൽ ഹൈവേയുടെ കിടപ്പ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി കഴിയും. യു ഷേപ്പിൽ എവിടെയെങ്കിലും നാഷണൽ ഹൈവേയിൽ യു ഷേപ്പ് ഉണ്ടോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ നോക്കൂ, ആ യു ഷേപ്പ് അത് കൃത്യമായി ഗൂഗിളുകളിലും കൃത്യമായി കേന്ദ്ര ഗവൺമെൻറ് പരിശോധിച്ചാൽ അറിയാവുന്ന എല്ലാ ആധുനിക മെത്തേഡുകൾ ഇന്നും ഉണ്ടായിട്ട് പോലും അതിൽ പരിശോധന നടത്തിക്കഴിഞ്ഞാൽ യു ഷേപ്പിൽ ഷേപ്പിലൊരു വളവ് അത് എങ്ങനെയാണ് ഇത്രയും നമ്മളത് നിവർത്താതെ അങ്ങനെ ഒരു സജഷൻ പോലും വെക്കാതെ ആ ഭാഗത്ത് നിർമ്മാണം പുരോഗമിച്ചല്ലേ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുക? അത് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതല്ലേ? നിങ്ങൾ ഏത് തരത്തിലുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി കഴിഞ്ഞാലും അവിടെ ആരുടെയെങ്കിലും ഒരു ആവശ്യങ്ങൾക്കനുസരിച്ചോ പ്രഷറിൻ്റെ ഭാഗമായിട്ടൊക്കെ ആ പ്രദേശത്തിൽ കുന്നെടുത്തില്ല എന്നുള്ള വ്യാപകമായ ചർച്ച നടക്കുകയാണ്. ആ പ്രദേശത്ത് ആ കുന്ന് വീണ്ടും കുന്നാക്കി മാറ്റി ദുബായ് കുന്നിൽ എന്നാണ് ഇന്നത്തെ യോഗത്തിൽ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികൾ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ പറഞ്ഞത്. അവർ നേരിട്ട് കണ്ടതാണ്. കുന്നെടുക്കേണ്ടടുത്ത് കുന്നെടുക്കുക തന്നെ വേണം. ദുബായ് കുന്ന് എന്തുകൊണ്ട് എടുത്തില്ല? ഈ യു ഷേപ്പിലുള്ള വളവ് നിവർത്തിക്കൊണ്ട് നാഷണൽ ഹൈവേയിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തി നടപ്പിലാക്കിയത് നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുകയല്ല വേണ്ടത്. ജോമോൻ ചക്കാലക്കൽ, നേരത്തെ MLA ശാന്തകുമാരി പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ടാകണം. ഇത് പരിസ്ഥിതി പ്രശ്നമോ മറ്റു കാര്യങ്ങളോ പറഞ്ഞ് വ്യതിചലിച്ച് വിടേണ്ട കാര്യമല്ല. ഇവിടെ ഉയർന്നു വരുന്ന പ്രശ്നം എന്താണ്? വലിയൊരു ദുരന്തം, ആർക്കും താങ്ങാൻ കഴിയാത്തൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നു. ഇനി അവിടെ അങ്ങനെ ഒരു അപകടം ഉണ്ടാകരുത്. ഇനിയും ഒരു കുഞ്ഞു പോലും മരിക്കപ്പെടരുത്. കഴിഞ്ഞ ഒരു വർഷക്കാലം 22-ലേറെ അപകടങ്ങളുണ്ടായ സ്ഥലത്ത് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം തന്നെയാണ്. അതിന് പരിഹാരം വേണ്ടേ? അതിനിങ്ങനെ വിഷയങ്ങളെ വ്യതിചലിപ്പിച്ച് പരിസ്ഥിതി പ്രശ്നമായിട്ടും മോട്ടോർ വെഹിക്കിൾസിൻ്റെ പ്രശ്നമായും കൊണ്ടുപോകുന്നതിൽ എന്ത് നിലപാടാണ്? ഇപ്പോൾ നേരത്തെ ഉപേന്ദ്രനാരായണൻ പറഞ്ഞതുപോലെ തന്നെ താങ്കളുടെ നേതാവ് വി മുരളീധരൻ പറഞ്ഞത് റോഡ് സുരക്ഷ ദേശീയ കേന്ദ്രത്തിൻ്റെ ചുമതലയല്ല, സംസ്ഥാനത്തിൻ്റെ ചുമതലയാണെന്ന് പറഞ്ഞ് കൈയഴിയുന്ന നിലപാട്. മനുഷ്യത്വം വേണമെന്നാണ് ചെറിയ കാര്യങ്ങളിൽ ലളിതമായി നമുക്ക് പറയാൻ കഴിയുന്നത്. സിജു, നോക്കൂ, നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശാന്തകുമാരി എന്റെ വാക്കുകളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ ഞാൻ പറഞ്ഞത് പനയമ്പാടത്തെ ഈ വിഷയം പരിഹരിക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും അടുത്ത ദിവസം തന്നെ NHAയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ സ്ഥലം സന്ദർശിക്കും. പക്ഷെ ഞാൻ മറ്റൊരു കാര്യം അങ്ങ് കുറ്റപ്പെടുത്താൻ ഇരിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇവിടെ ഈ സ്ഥലത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ഇത്രയും അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് എന്തുകൊണ്ട് അവിടെ ഒരു ബാരിക്കേഡ് വെച്ച് വാഹനങ്ങളുടെ സ്പീഡ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയോ പോലീസിനെ, പ്രത്യേകിച്ച് സ്കൂൾ ടൈമുകളിൽ പോലീസിനെ അവിടെ വിന്യസിക്കുകയോ ഒന്നും ചെയ്യാതെ ഒരു പ്രശ്നം വരുമ്പോൾ NHAയുടെ തലയ്ക്ക് മാത്രം കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന ഒരുതരം രാഷ്ട്രീയമുണ്ടെങ്കിൽ ആ രാഷ്ട്രീയത്തെ മാത്രമാണ് അത് മറുപടി എനിക്ക് തോന്നുന്നു. താങ്കൾ ചോദിച്ചല്ലോ അവിടെ എന്തൊക്കെയാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടിയിരുന്നത്, എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് MLAക്ക് മറുപടി പറയാം. എന്താണ് അവിടെ ചെയ്തത് ശ്രീമതി ശാന്തകുമാരി? അതാണ് ഞാൻ പറയുന്നത്. നോക്കൂ, പ്രിയപ്പെട്ട ജോമോൻ, നിങ്ങൾ ഇതിനകത്തൊരു രാഷ്ട്രീയമില്ല. നമ്മൾ വൈകാരികമായിട്ടുള്ളൊരു ഇടപെടലാണ്. കാരണം ഇതിനകത്ത് താങ്കൾ പറഞ്ഞതുപോലെ ബാരിക്കേഡ് ഇത് ചെയ്തില്ല എന്ന് ആരാണ് പറഞ്ഞത്? ഞങ്ങൾ ഈ വിഷയം 2022 തന്നെ പൂർത്തീകരിക്കപ്പെടുന്നത് ആ സമയത്താണ്. അതിന് തൊട്ട് മുമ്പ് ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് തന്നെ നാട്ടുകാർ ഒരു അജിറ്റേറ്റ് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ യോഗം ചേർന്ന് അടിയന്തരമായി ചെയ്ത 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരത്തോളം വരുന്ന ആ വളവ് പൂർണ്ണമായിട്ടും മില്ല് ചെയ്തു. കാരണം ഒരു വർക്ക് BMBC വർക്ക് ചെയ്തതിന് ശേഷം അവരത് മില്ല് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അനുവദനീയമല്ല. പക്ഷേ ഈ വിഷയം വളരെ ഗൗരവമായതുകൊണ്ട് തന്നെ
ഞങ്ങൾ മില്ല് ചെയ്തു. അതോടൊപ്പം തന്നെ സ്റ്റഡുകൾ വെച്ചു, റംബിൾ സ്ട്രിപ്സ് വെച്ചു, സേഫ്റ്റി മെഷേഴ്സ് എന്ന നിലയിൽ ട്രാഫിക് റൂൾസ് അനുസരിച്ചുള്ള ലൈറ്റുകൾ സ്ഥാപിച്ചു, ക്രാഷ് പ്രോൺ ഏരിയ എന്ന നിലയിലുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയതാണ്, സ്പീഡ് ബ്രേക്കർ വെച്ചതാണ്. ഇതെല്ലാം അവിടെ കൃത്യമായി നിർവഹണം നടത്തിയതാണ്. അതുപോലെ തന്നെ റോഡിൽ ഇടയിലിടയിൽ ഭാഗങ്ങൾ റംബിൾ സ്ട്രിപ്സ് വെച്ചു. പിന്നീട് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് അത് വീണ്ടും മാറ്റേണ്ടി വന്നു. അങ്ങനെ ഇതെല്ലാം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ സ്വീകരിച്ച നടപടികൾ വളരെ ആത്മാർത്ഥതയോടുകൂടി ഞങ്ങൾ നിർവഹിച്ചതാണ്. പക്ഷേ അതിനകത്ത് താങ്കൾ പറഞ്ഞതുപോലെ ചെയ്തില്ല എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ അതിനകത്തൊരു തുടർച്ച ഉണ്ടാവണമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ആ തുടർച്ച ഉണ്ടാവേണ്ട കാര്യത്തിനകത്ത് ഇപ്പോൾ മില്ലിംഗ് നമുക്കറിയാം, ഇതൊരു 6 മാസം മാക്സിമം. കാരണം ഏറ്റവും കൂടുതൽ ഹെവി ട്രാഫിക് ഉള്ള ഒരു നാഷണൽ ഹൈവേ 966 എന്ന നിലയിൽ നമുക്ക് അതിൻ്റെ അകത്ത് വാഹനങ്ങൾ എത്രമാത്രം ഓടിക്കൊണ്ടിരിക്കുന്ന അറിയാം. അപ്പോൾ മില്ല് ചെയ്തതിൻ്റെ ഒരു 6 മാസം ആകുമ്പോഴത്തേക്കും അത് പൂർണ്ണമായും അതിൻ്റെ ഇഫക്റ്റ് കുറഞ്ഞു, ഇപ്പോഴും സ്മൂത്തായി. അപ്പോൾ ആ ഒരു വിഷയം തീർച്ചയായിട്ടും എൻ്റെ കൂടെ ഉത്തരവാദിത്തം തന്നെയാണ്. വീണ്ടും യോഗം വിളിച്ചിട്ട് അത് മില്ല് ചെയ്യാനുള്ള ഇടപെടൽ നടത്തേണ്ടത് തന്നെയായിരുന്നു. അത് സ്വാഭാവികമായിട്ടും നാഷണൽ ഹൈവേ ആയതുകൊണ്ടും വർക്ക് എക്സിക്യൂഷൻ കഴിഞ്ഞു, പൂർത്തീകരിച്ച് ഉദ്ഘാടനം കഴിഞ്ഞു. ഇനി തുടർച്ചയായ മറ്റ് നടപടികൾ നാഷണൽ ഹൈവേ അതോറിറ്റി മെയിൻ്റനൻസ് എന്ന നിലയിൽ ULCCയോട് പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ടതായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനെ തുടർന്ന് പിന്നീട് അവിടെ ഉണ്ടായ മറ്റ് വിഷയങ്ങളെന്ന് പറയുന്നത് ഇതെല്ലാം തുടർച്ചയായിട്ടുള്ള ഒരു കണ്ടിന്യൂഷൻ ഇതിനകത്ത് ഉണ്ടാവുക തന്നെയാണ്. അത് ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ആക്സിഡൻറ്റ് അതിന് ശേഷം നന്നായി കുറയുകയുണ്ടായി. ആക്സിഡൻ്റ് നിലയിൽ ഉണ്ടായിട്ടേ ഇല്ലായിരുന്നു അവിടെ. പക്ഷേ ഈ മഴ തുടങ്ങിയതോടുകൂടിയാണ് വീണ്ടും വിഷയം ഉണ്ടായത്. അപ്പോൾ ഇവിടെ ഉണ്ടാവേണ്ടത് ശാശ്വത പരിഹാരം എന്ന നിലയിലുള്ള നമ്മുടെ എല്ലാവരുടെയും ഇടപെടൽ, സംസ്ഥാന ഗവൺമെൻറ് ഇടപെടലെ പോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഇടപെടലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അലർട്ടാവണം എന്ന അഭിപ്രായത്തിനകത്താണ് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അവിടെ ഒരു അക്യൂസിഷനിലേക്ക് ഞാൻ ആ നിലയിലല്ല പറയുന്നത്. പക്ഷേ ഇത് ചെയ്യേണ്ടതാണ്, ആരാണ് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ 1ാം സ്ഥാനം നാഷണൽ ഹൈവേ അതോറിറ്റി അല്ലെങ്കിൽ NHA തന്നെയാണ് എന്ന അഭിപ്രായമാണ് ഞാൻ ഇതിൻ്റെ ഭാഗമായി രേഖപ്പെടുത്തുന്നത്. ശരി, ശ്രീമതി ശാന്തകുമാരി. ഉപേന്ദ്രനാരായണൻ, താങ്കൾ നേരത്തെ പറഞ്ഞതിലേക്ക് തന്നെ ഒന്നുകൂടി തിരികെ വരേണ്ടതുണ്ട്. നേരത്തെ NHA എന്ന് പറയുന്ന അതോറിറ്റി രൂപീകരിച്ചതിന് ശേഷം അവിടെ താങ്കളടക്കം പല ഘട്ടങ്ങളിൽ ബന്ധപ്പെട്ടപ്പോഴൊക്കെ ഒരു കാര്യത്തിനും കൃത്യമായ മറുപടി കിട്ടുന്നതുമില്ല. ഏതോ ഹിന്ദിക്കാർ എന്തൊക്കെയെന്ന് പറയുന്ന തരത്തിലാണ് താങ്കൾ തന്നെ പറയുകയും ചെയ്തത്. ഇവിടെ ഞാൻ ഈ ഡിബേറ്റിൻ്റെ തലക്കെട്ടായിട്ട് കൊടുത്തത് കല്ലടിക്കോടിൻ്റെ കാരണക്കാർ ആര്, ഒരു ചോദ്യചിഹ്നമിട്ടാണ് കൊടുത്തത്. പക്ഷേ അതിന് ഉത്തരവുമുണ്ട്, അത് NHA തന്നെയാണ്. ഇത് കഴിയുമ്പോൾ, ഈ ഡിബേറ്റ് കഴിയുമ്പോൾ അതിൻ്റെ ഉത്തരം അങ്ങനെ തന്നെ പൂരിപ്പിക്കണമെന്ന് തന്നെയാണ് ഞാൻ കരുതുകയും ചെയ്യുന്നത്. ഈ ദേശീയപാത അതോറിറ്റി എന്ന് പറയുന്ന സംവിധാനം എത്രത്തോളം കുത്തഴിഞ്ഞു എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്, ശ്രീ ഉപേന്ദ്രനാരായണൻ? അല്ല, റോഡ് സേഫ്റ്റിയെ സംബന്ധിച്ച ഒരു ബിഗ് ഫെയിലിയർ ആണ്. കാര്യം ഇത് നമ്മുടെ സ്റ്റേറ്റിലെ നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട്, ഇപ്പൊ ബഹുമാനപ്പെട്ട MLA പറഞ്ഞു, ആ മാഡം എന്തുമാത്രം അതുമേ കാര്യങ്ങൾ ചെയ്തു, മില്ലിങ് ചെയ്തു, റംബിൾ സ്ട്രിപ്പ് വെച്ചു എന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും നമുക്ക് സ്റ്റേറ്റിന് ചെയ്യാൻ പറ്റുന്നതല്ല. ഈ റോഡിന്റെ ഉടമസ്ഥത ദേശീയപാത അതോറിറ്റിക്കാണ്. അവിടെ ഇപ്പോ ഞങ്ങളുടെ അങ്കമാലി പോലീസ് ഒരു സൈൻ ബോർഡ് വെച്ചു, സ്കൂൾ സോൺ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവരുടെ വാഹനം വന്ന് അത് പറിച്ചു കൊണ്ടുപോയി, എന്നിട്ട് പോലീസിനെതിരെ കേസെടുക്കാൻ നോക്കി. അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ദേശീയപാത അതോറിറ്റിയുടെ റോഡിൽ സ്റ്റേറ്റിന് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അത് മനസ്സിലാക്കണം ആദ്യം. നമുക്ക് ഒരു ഇംപ്രൂവ്മെന്റും ഡെവലപ്മെന്റും ചെയ്യാൻ സ്റ്റേറ്റിന് അധികാരമില്ല. അത് കേന്ദ്രത്തിന് മാത്രമേ അധികാരമുള്ളൂ. ആ കേന്ദ്രമാണ് ചെയ്യേണ്ടത്. ഇപ്പൊ മില്ലിങ് നടത്തിയെന്ന് പറഞ്ഞു മാഡം, മില്ലിങ് നടത്തേണ്ട അവരാണ്. അതേമാതിരി ഇപ്പൊ ഞങ്ങളുടെ നെടുമ്പാശ്ശേരിയിൽ കരിയാട് വളവുണ്ടായിരുന്നു, 42 പേര് മരിച്ചു. 10 കൊല്ലം കൊണ്ട്. അത് 4 ലൈൻ ട്രാഫിക് അന്വേഷണം BM&AC ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള പ്രശ്നം വന്നത്, BM&AC എന്ന് പറഞ്ഞാൽ നമ്മളെ സ്മൂത്ത് ആണ്, കണ്ണാടി മാതിരി ഇരിക്കും. പക്ഷെ കേരളം മാതിരിയുള്ള വെറ്റ് സർഫസ് ഉള്ളിടത്ത് അതിനൊരു സ്പെസിഫിക്കേഷൻ നാഷണൽ ഹൈവേയുടെ കയ്യിലില്ല, ഇന്ത്യൻ റോഡ് കോൺഗ്രസ് കോഡ് ഓഫ് പ്രാക്ടീസിലും ഇല്ല. അപ്പോ കേരളത്തിലെ മഴ 7 മാസത്തോളം മഴ പെയ്യും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ വീണ്ടും മഴ പെയ്യും. അപ്പൊ നമുക്കെന്താ വേണ്ടത്? ഇങ്ങനെയുള്ള എല്ലാ കർവുകളും റഫൺ ചെയ്തിട്ടൊരു വാർണിംഗ് കാർപ്പറ്റ് സമ്പ്രദായം ഞാൻ ഈ കരിയാട് നെടുമ്പാശ്ശേരി ഡെവലപ്പ് ചെയ്ത് അത് ദേശീയപാത അതോറിറ്റിയുടെ പെർമിഷനോടെ ലേ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഈ പറഞ്ഞ സ്ഥലത്ത് ചെയ്യാൻ പറ്റും. കാര്യം വാഹനം ബ്രേക്ക് ചെയ്യുമ്പോൾ സ്കിഡ് ചെയ്യാതിരിക്കാനാണ് ഈ വാർണിംഗ് കാർപ്പറ്റ് സമ്പ്രദായം ഞാൻ ഡിസൈൻ ചെയ്തത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാം റോഡിന് കുറുകെയുള്ള 5 വരകൾ, അതിന് പറയുന്ന അലർട്ട് സ്ട്രിപ്പ് എന്നാണ്. അത് 2012 ഡൽഹിയിൽ വെച്ച് ഞാനത് ഡിസൈൻ ചെയ്ത് അന്നത്തെ ജോയിന്റ് സെക്രട്ടറി റോഡ് സേഫ്റ്റിക്ക് കൊടുത്തിട്ട് ഇന്ന് 2023 ആയപ്പോഴേക്കും കേരളവും ഇന്ത്യയും മുഴുവൻ അതൊരു അലർട്ട് സ്ട്രിപ്പ് പിടിപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്കവിടെ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഐഡിയാസ് കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ചെയ്യേണ്ടത് അവരാണ്, പൈസ മുടക്കേണ്ടത് അവരാണ്, ദേശീയപാത അതോറിറ്റിയാണ്. അപ്പൊ അവിടുത്തെ പ്രോജക്ട് ഡയറക്ടർ ഇൻസ്പെക്ട് ചെയ്യണം, ഓരോ ഫ്രീക്വന്റ് ഇൻസ്പെക്ഷൻ നടക്കണം. കൂടാതെ
ടോള് പിരിക്കുന്ന ഹൈവേകളിൽ റൂട്ട് പെട്രോളിംഗ് ഉണ്ടായിരുന്നു, അതെല്ലാം അവർ നിർത്തി ലാഭത്തിന് വേണ്ടി. അപ്പോ വാഹനം ഓടിക്കുന്നവരെ കുറ്റപ്പെടുത്തുക മാത്രമല്ല വേണ്ടത്. ഇന്ന് ഒരു നിരപരാധി പ്രതിയായി, അത് മനഃപൂർവ്വമുള്ള നരകത്തേക്കാണ് പ്രതിയായത്. സത്യത്തിൽ ആ ഡ്രൈവറുടെ പിഴവാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ വാഹനം സ്കിഡ് ചെയ്ത് പോകുന്നത് റോഡിന്റെ ഉപരിതലത്തെ അതിമിനിസം കൊണ്ടാണ്. അത് ഈ മാഡം ചെയ്ത മാതിരി തന്നെ മില്ലിംഗ് മെഷീൻ കൊണ്ടുവന്നിട്ട് മില്ല് ചെയ്യണം എവറി 6 months. കാര്യം നമുക്ക് മഴക്കാലത്തിന് മുമ്പെയാണ് ചെയ്യേണ്ടത്. ചൂട് കൂടുന്തോറും ആ മില്ല് ചെയ്ത ഭാഗത്തേക്ക് ആ ഗ്രൂവിലേക്ക് വീണ്ടും ടാറ് ഒലിച്ചിറങ്ങി അത് ലെവലായി പോകും. അപ്പൊ നമുക്ക് അടിയന്തരമായി ചെയ്യാനുള്ളത് അവിടെ വാണിംഗ് കാർപ്പറ്റ് ചെയ്യണം. അതേപോലെ തന്നെ കുട്ടികൾക്ക് നടക്കാനായിട്ടൊരു സെഗ്രിഗേറ്റഡ് ആയിട്ടുള്ള വാക്ക് വേ വേണം. അതിനുവേണ്ടി റോഡിന്റെ 2 സൈഡിലും 1.5 മീറ്റർ വീതി കഴിഞ്ഞിട്ട് നമുക്ക് ഗാർഡ് റെയിൽ, അതായത് റോഡിന്റെ സൈഡിലേക്ക് വാഹനം ഈ കുട്ടികളുടെ ദേഹത്തേക്ക് ഇടിച്ചു കയറാനിക്കുള്ള സ്റ്റീലിന്റെ ഗാർഡ് റെയിൽ അല്ലെങ്കിൽ സിമെന്റ് കോൺക്രീറ്റിന്റെ റീഎൻഫോഴ്സ്ഡ് വാള് അവിടെ 1.5 മീറ്റർ പൊക്കത്തിൽ. ശരി, ശ്രീ ഉപേന്ദ്ര നാരായണൻ, ശാന്തകുമാരി MLA, ഒപ്പം തന്നെ ജോമോൻ ചക്കാലക്കൽ. സമയപരിമിതി മൂലം ഈ ഡിബേറ്റ് ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരികയാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്ക്.